തീരുന്നു. ജേക്കച്ചനല്ലേ പോകുന്നു, അല്ലേ ബോറടിച്ചിരിക്കുമായിരുന്നു. ഇനി കുറച്ചു നേരം അങ്ങോട്ട് നോക്കിയിരിക്കാം. എടാ ലൂക്ക, ഇവന്റെ ബോധമൊക്കെ അടിച്ചു പോയോ? എടാ ലൂക്ക, നിന്നെ വിളിക്കുന്നേ. ഇതിന് മാത്രം എന്തോ ഇരിക്കുന്നു വിളിക്കാൻ? എടാ നിന്നോടാ. എന്താടാ? കുഞ്ഞമ്മ പെറ്റ്. കൺഗ്രാറ്റ്സ് എന്റെ പൊന്നു ലൂക്ക. ഒന്നാമത് മഴയും ചളിയൊക്കെ, ഇനി നീയായിട്ടും കൂടെ കുറെ ചളി കൊണ്ട് ഇറക്കരുത്. സഹിക്കാനാവുന്നില്ല, അതുകൊണ്ടാ. എടാ അത് ചെളി, ഇത് ചളി. ആഹാ, അപ്പൊ മഹാൻ അറിയാം ചളിയാണ് പറയുന്നതെന്ന്. ആ തിരുവായെന്ന് കുറച്ചു നേരത്തേക്ക് അടച്ചു വെക്കാൻ പറ്റൂ ലൂക്ക? അവന്റെ ചളി കാരണം ഞാൻ വന്നതിനാന്ന് കൂടെ മറന്നുപോയി. അങ്ങനെ എന്റെ ചളി കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായി. നീ ആ സ്നേഹാമിസിനെ എങ്ങനെ കണ്ടായിരുന്നു വരുന്ന വഴിക്ക്? കിട്ടി. സ്നേഹാമിസിന്റെ പ്രൊജക്ടിന്റെ കാര്യം പറയാൻ ഞാൻ ഇവിടെ വരെ വന്നേ. അവന്റെ ചളി കാരണം ഉള്ളത് കൂടെ മനുഷ്യൻ മറന്നുപോയി. നീ അവിടെ ചളി അടിച്ചിരുന്നു കേട്ടോ. ഞാൻ പോയി പ്രൊജക്ട് വെക്കട്ടെ. എടാ നിക്ക്, ഞാനും ഇതാ വരുന്നു. അയ്യോ ചേട്ടാ, സോറി. ഇതാരിത്? ചേട്ടന്മാരൊക്കെ ഓർമ്മയുണ്ടടാ മോനെ. എടാ അലക്സേ, തേടിയ വള്ളി കാലേ ചുറ്റിട്ടാ. ദൈവമേ, ആ ലൂക്ക് ഇങ്ങോട്ട് വരാതിരുന്നാ മതിയായിരുന്നു. എന്താണ് ഇതിന് മാത്രം ആലോചിക്കാനുള്ളത്? എവിടെ പോയി എന്റെ വാല്? എപ്പോഴും കൂടെ കാണുമല്ലോ. ചേട്ടാ അവനെ വെറുതെ വിട്ടേക്ക്. ചേട്ടാ പ്ലീസ് വേണ്ട. നിങ്ങൾക്ക് അവനെ അറിയാത്തോണ്ടോ? ജസ്റ്റ് ചേട്ടനെങ്കിലും ഒന്ന് പറ. വെറുതെ വിടണോ വേണ്ടെന്നൊക്കെ ഞാനൊന്ന് അടുത്തറിഞ്ഞിട്ട് തീരുമാനിക്കാം. അവരിങ്ങനെ ദൂരേന്ന് കാണാനല്ലേ പറ്റിയിട്ടുള്ളൂ. ഒന്ന് അടുത്തറിയാൻ മാത്രം കൈ കിട്ടിയിട്ടില്ലല്ലോ. സാരല്ല, ഇന്നത്തോടെ ആ വിഷമം തീർക്കണം. എടാ നീ എന്തോ നോക്കി നിൽക്കോ ഇവിടെ? ഞാൻ പ്രൊജക്ട് വെക്കാൻ വേണ്ടി നിന്നെ. ലുക്ക, വെൽക്കം മൈ ബേബി. ലുക്ക നീ പോ, എന്നോട് പോവാനാ പറഞ്ഞേ. ഒരാവശ്യമുള്ള സമയത്ത് ഈ ഒരു ഫോണോ എടുക്കുക. മീറ്റിംഗ് ടൈമായി. അജിന് എന്താ വരുന്നത്? ഇനി നീ എങ്ങോട്ട് ഓടൂടാ? നീ എന്താണ് പറഞ്ഞേ? നിനക്ക് എന്നെ അറിയാൻ കൈ കിട്ടിയിട്ടില്ല അല്ലേ? നിനക്ക് അറിയിച്ചു തരാടാ ഞാൻ. അവിടെ ആകുമ്പോ കുട്ടികളും ടീച്ചർമാരും പിന്നെ CCTV ആയി പ്രശ്നമായി. എന്തിനാ വെറുതെ? ഇവിടെ ആകുമ്പോ ഞാനും നിങ്ങളും മാത്രം. നിനക്ക് അറിയിച്ചു തരാടാ ഞാൻ. ഒരു എമർജൻസി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ലേ, എത്ര അർജന്റ് ആണെങ്കിലും മീറ്റിംഗ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ലൂക്കയോ? അവനെന്ത് പറ്റി? ലൂക്കിനെ കുറെ പേര് ഓടിക്കുന്നു. അവരാ പഴയ ബിൽഡിങ്ങിലേക്ക് കയറി പോകുന്ന സ്റ്റുഡൻസ് കണ്ടു എന്ന് പറഞ്ഞു. അപ്പോഴേ ഞാൻ പറഞ്ഞതാ, വേണ്ട വേണ്ട ചേട്ടാ, നിങ്ങൾക്ക് അവനെ അറിയില്ല. ഇനിയിപ്പൊ അനുഭവിച്ചു. നിനക്കറിയാലോ, മതിയായോടാ.
സെറ്റ്, ഇനി പേടിക്കണ്ട. ലുക്ക, നീ ഓക്കെ അല്ലേ? നോക്കട്ടെ, എന്തെങ്കിലും പറ്റിയോ? ഇച്ചിരി ടെൻഷൻ അടിക്കാതെ, എനിക്കൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. ആഹാ, ഇതുപോലൊരു പാവത്തിനെ വേറെ എവിടെയെങ്കിലും കിട്ടും. ഇച്ചയുടെ മുമ്പിൽ എന്താ അഭിനയം, അഭിനയ സിംഹമേ. ഇവനെ അതാ തല്ലി ചതച്ച് ഈ കോലത്തിലാക്കിയിട്ടേക്കുന്നത്. ഞാനോ? അതെ അതെ, ഞാൻ തന്നെ. ഞാൻ പണ്ടേ ഒരു സംഭവം, നിനക്കൊന്നും അറിയില്ലല്ലോ. ലുക്ക, നീ ഇനി ക്ലാസ് കഴിക്കണ്ട, വീട്ടിൽ പോക്കോ. എൻ്റെ ഇച്ച ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ, എനിക്കൊന്നും ഇല്ലാന്ന് പറഞ്ഞില്ലേ? ആ, എങ്കിൽ നീ ക്ലാസ്സിൽ പോക്കോ. നിനക്കൊരു തവണ ഞാൻ വാണിംഗ് തന്നതാ, മേലാ ലുക്കയുടെ പുറകെ നടക്കരുതെന്ന്. ഇനി നിന്റെ നിഴല് പോലും ലുക്കയുടെ മേത്ത് വീണ പ്രിൻസിപ്പളായിട്ടായിരിക്കില്ല, ലുക്കയുടെ ഇച്ഛയായിട്ടായിരിക്കും നിന്നോട് ഞാൻ പെരുമാറാൻ പോകുന്നത്. എന്നതാണോ അത്? ആ, നീ വന്നോ? ഇത് നിന്റെ ഇച്ഛ വാങ്ങി തന്ന. ഓ, താങ്കളുടെ ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തിന്റെ പകരമായിരിക്കും അല്ലേ? ആ, ഇതൊക്കെ ഇത്ര ചോദിക്കാനുണ്ടോ? സ്വാഭാവികം. ഓ, ഇങ്ങനെ ഡെയിലി കിട്ടുമായിരുന്നെങ്കിൽ. എടാ ലൂക്ക, നിനക്കൊരു ദിവസം ഒരു 5-6 അടിയൊക്കെ വെച്ച് ഉണ്ടാക്കിക്കൂടി. നീയൊക്കെ എന്റെ ഫ്രണ്ട് തന്നെയാണോടാ? എന്റെ ഈ മുഖത്ത് നോക്കിയിട്ട് നിനക്ക് എങ്ങനെ ഇത് ചോദിക്കാൻ കഴിയുന്നു ലൂക്ക? എടാ പട്ടി നിന്റെ മറ്റവൻ. എടാ കൊത്തി, അതല്ല, അങ്ങോട്ട് നോക്കൂ പട്ടി. ഈ പട്ടിയെ കണ്ടിട്ടാണോ നീ പേടിച്ചേ? ഇന്ന് രാവിലെ എന്നാ പെർഫോമൻസ് ആയിരുന്നു. ഒരു പട്ടീനെ കണ്ടപ്പോ കൊണ്ട് പേടിച്ച് നിൽക്കുന്നു. എന്നെ കളിയായിക്കൊണ്ട് നിൽക്കാതെ അതിന് ഓടിക്കടാ. ഒന്നുമില്ലെങ്കിലും നമ്മളൊരു അമ്മയ്ക്ക് പിറക്കാതെ പോയ മതി. അതെന്തായാലും നന്നായി, ഇല്ലായിരുന്നെങ്കിൽ തമ്മിൽ തല്ലി ചത്തേനെ. നീ ചാവൂന്ന് പറ. ഓ, എന്നാ നീ അവിടെ നിന്ന് ആ പട്ടിയുടെ കടി കൊണ്ടോ കേട്ടോ. എടാ നിക്കടാ, എനിക്കിതിന്റെ പേടിയാടാ. ഓ, നീ ഇപ്പൊ അങ്ങോട്ട് എന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. നീ പട്ടിയുടെ വിശേഷമൊക്കെ അന്വേഷിച്ച് പതിയെ ചെന്നാൽ മതി. ഇച്ച ചോദിച്ചാൽ ഞാൻ നിന്റെ വർഗ്ഗക്കാരെ കണ്ടു, നിന്നെ അവരുടെ കൂടെ പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞേക്കാം. പട്ടിയുടെ വർഗ്ഗം നീയാടാ പട്ടി. ഈ കോപ്പ് മനുഷ്യന് ബോറും അടിക്കുന്നു. ഏതു കരിരാവിലും ഒരു ചെറു കസവിഴ സ്കൂളിലൊക്കെ പോയി പഠിച്ച് വലിയ ആളാവണ്ടേ? അതൊന്നും പറ്റൂല. അയ്യടാ, കൊതി തോന്നുന്നൊരു പുലരിയിൽ അങ്ങെങ്ങോ നിൻ പൊൻപീലി മിന്നുന്നുവോ, അതിലൊന്നിന്റെ നെഞ്ചോരമേയുന്നുവോ. ഉണർന്നു ഞാൻ ഏതു കരിരാവിലും ഒരു ചെറു കസവിഴ തുന്നും കിരണമേ ഈ ഹൃദയവാതിൽ. ലൂക്ക, എന്താ വെച്ചാ? കുന്തം, നിന്നെ ഞാനിവിടെ പഠിക്കാനാണോ പിടിച്ചിരുത്തിയത്? അത് ഞാൻ പഠിക്കുന്നതിന് മുന്നേ ഒന്ന് പ്രാർത്ഥിച്ചതാ. പ്രാർത്ഥന കൂടി ബുക്കിന്റെ മേലേക്ക് വീഴുന്ന ഞാൻ കണ്ടു. ഓ, ഭക്തി കൂടുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. നോക്കി പേടിപ്പിക്കണ്ട, ഞാൻ പഠിച്ചോളാം. അതെങ്ങനെയാ? ക്ലാസ്സിലിരിക്കുമ്പോ പുറത്തോടെ നടക്കുന്നവരുടെ കണക്കെടുത്തോണ്ടിരിക്കുവല്ലേ, പിന്നെ എങ്ങനെയാ പഠിക്കുക? ആ സ്നേഹ മിസ്സിന്റെ പരാതി കേൾപ്പിക്കാതിരിക്കാൻ പറ്റുമോ നിനക്ക്? ഞാൻ എല്ലാവരെയും നോക്കിയില്ല, ഇച്ചനെ മാത്രമേ നോക്കിയുള്ളൂ. പിന്നെ സ്നേഹ മിസ്സിന്റെ പരാതി കേൾക്കാതിരിക്കാൻ ഇച്ച ഇവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങി പോകേണ്ടി വരും. എന്താ പറഞ്ഞാൽ ഞാൻ കേട്ടില്ല. പോകളവ, ചെവിയും കേൾക്കൂല. നിന്റെ ഇച്ഛയാണെന്ന് വിചാരിച്ച എനിക്കത്ര പ്രായമൊന്നുമില്ല.
ജിമ്മിൻ വിളിച്ചോണ്ട് നീ രക്ഷപ്പെട്ടു. ഇങ്ങേർ കുറക്കൊന്നുമില്ലേ? ഇതേ എന്റെ ചെറുക്കനെ പറഞ്ഞുണ്ടല്ലോ. ഇച്ചയുടെ ചെറുക്കനോ? അപ്പൊ ഞാനത് നീ എന്റെ പുന്നാരനിയൻ. തമാശ കളിച്ചോണ്ടിരിക്കാതെ വേഗം പഠിക്കാൻ നോക്ക്. ഹലോ ജിമിൻ, ഞാനത് ഓഫീസ് ടേബിളിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് നാളെ പോയി എടുക്കാം. ആണോ? ഇത് പഠിച്ച് പഠിച്ച് ഉറങ്ങിയ. ജിമിൻ സാർ നമ്മുടെ പ്രിൻസിനെ വരുന്നു. ഇവര് തമ്മിൽ നല്ല ചേർച്ചയാണല്ലേ. അല്ലെങ്കിൽ ഇവര് കപ്പിൾസ് ആയിരുന്നെ പൊളിയായിരുന്നേനെ. ഇതിന്റെ നോട്ടം കണ്ടിട്ട് എനിക്ക് തന്നെ പേടിയാവുന്നു. എക്സ്ക്യൂസ് മീ സഹോദരി, കുറച്ചങ്ങോട്ട് നീങ്ങി എന്ന് സംസാരിക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ അന്ത്യകൂദാശ നടക്കും. എടാ ലൂക്ക, ഇനി ഇവര് തമ്മിൽ ശരിക്കും എന്തെങ്കിലും ഉണ്ടാവൂ? ഞാനൊരു ഡൗട്ട് ചോദിച്ചതാണേ. ഇനിയിപ്പോ ശരിക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നീ ഇച്ചനെ വിട്ടുകൊടുക്കൂ? അതിന് ലൂക്ക രണ്ടാമത് ജനിക്കേണ്ടി വരും. ഇച്ച എന്റെയാ. അതിന് ആരൊക്കെ വന്നാലും എന്റെ തന്നെ. ഞാൻ ഒന്ന് പുറത്തേക്ക് പോവാ, നീ വരുന്നുണ്ടെങ്കിൽ വാ. പിന്നെ ഈവനിങ് എന്നെ ഒന്ന് നീ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യണം. ഇച്ചയ്ക്ക് മീറ്റിംഗ് ഉള്ളതുകൊണ്ട് എന്നോട് തന്നെ പൊക്കോളാൻ പറഞ്ഞു. ഈ ചെറുക്കൻ ഇത് എന്ത് വിചാരിച്ചോണ്ടാ? ഇതൊക്കെയാ പ്രിൻസി അറിഞ്ഞ എന്തൊക്കെ ഭൂകമ്പം ഉണ്ടാവും. ഓക്കേടെ ബൈ, നാളെ കാണാം. പോടാ ജിമിനെ, നീ എന്താ കാണിക്കുന്നത്? അങ്ങോട്ട് നീങ്ങി നിൽക്ക്.